തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തലവേദന ഒഴിയാതെ CPIM രാജ്യസഭാ സീറ്റ് ചർച്ച, പുതിയ മന്ത്രി ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയവയാണ് നിരവധി പ്രശ്നങ്ങളായി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. കോട്ടയം നഷ്ടപ്പെട്ടതോടെ രാജ്യസഭാ സീറ്റിൽ പിടിമുറുക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകാൻ CPM-ഉം CPI-യും തയ്യാറാണെങ്കിലും പേരിനൊരു പദവി വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെയും പ്രവർത്തകരുടെയും നിലപാട്. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ CPM വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. CPI ആകട്ടെ കഴിഞ്ഞ ദിവസം രാജ്യസഭാ സീറ്റിൽ മത്സരിക്കും എന്ന അവകാശവാദം ഉന്നയിച്ച് CPM-ന് കത്തു നൽകിക്കഴിഞ്ഞു. ഒപ്പം ഭരണപരിഷ്കാര കമ്മീഷൻ പദവി കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നതിൽ വിയോജിപ്പില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്യസഭാ സീറ്റിനായി കടുംപിടുത്തം തുടർന്നാൽ ഇരു പാർട്ടികളെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക CPM-ന് തലവേദനയായി മാറും. ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഇടതുമുന്നണി ചേർന്നാൽ മതിയെന്ന നിലപാടിലാണ് CPM. മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്നതോടെ മന്ത്രിസഭയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പുതിയ മന്ത്രിയെ കണ്ടെത്തണം. നിലവിലുള്ള MLA-മാരിൽ നിന്നും ഒരാളെ കണ്ടെത്താൻ തന്നെയാണ് CPM നീക്കം. അതുവരെ വകുപ്പിന്റെ താൽക്കാലിക ചുമതല മറ്റു മന്ത്രിമാർക്ക് നൽകാനും CPM ആലോചനയുണ്ട്. പാലക്കാട്, ചേലക്കര എന്നിവിടങ്ങളിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ് മറ്റൊരു ഉത്തരവാദിത്തം. പുതിയ സാഹചര്യത്തിൽ വിജയത്തിനപ്പുറം മറ്റൊന്നും CPM കാണുന്നുമില്ല. സംസ്ഥാന സമിതി യോഗം ജൂൺ 20-ന് പൂർത്തിയാകുന്നതോടെ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച തുടങ്ങാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, അതായത് കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരിട്ട പരാജയം, ആ പരാജയത്തെ മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ, ഉപതെരഞ്ഞെടുപ്പ്, പുതിയ പുനഃസംഘടനയിലൂടെ കെ രാധാകൃഷ്ണൻ മാറുന്ന ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ, ഇങ്ങനെ ഒട്ടനവധി വെല്ലുവിളികളാണ്. 16-നാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ആരംഭിക്കുക. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങളായി പറയാനാകുന്നത്? അൻഷാദ്, പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയൊരു തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ LDF-നുള്ളത്. അതേസമയം CPM-ന് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒരു ആവശ്യമാണ്. ഇപ്പോൾ നിലനിൽപ്പുള്ള 2 സീറ്റുകളും CPI-യും CPM-ഉം നിലനിർത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അതേ മറ്റ് ഉഭയകക്ഷികൾക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട സീറ്റിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് ഉഭയകക്ഷി ചർച്ചയുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഉഭയകക്ഷി ചർച്ചയിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതായത് കേരള കോൺഗ്രസ് എമ്മിന് അത്തരത്തിലുള്ള ഒരു മാണി സി കാപ്പൻ അടക്കമുള്ളവർക്ക് പലതരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഘടകകക്ഷികൾക്ക് ഭരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാം, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ഇന്ന് നടക്കും. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തിയാൽ മാത്രമാണ് LDF-ന് ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രധാനമായും ഈ വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ആരൊക്കെയാണ് പോകുന്നതെന്നടക്കമുള്ള തീരുമാനം അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം നാളെ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. CPM-ന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോൽവി എത്രത്തോളം നേരിട്ടു, എങ്ങനെയാണ് അതുണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. തോൽവിയുടെ ആഘാതം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി അടുത്ത വരും കാലങ്ങളിലെ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം എങ്ങനെയാണ് ഇനി സീറ്റ് നിലനിർത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ തോൽവിയായി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് CPM നേതാക്കളൊക്കെയും പറയുന്നത്. അതോടൊപ്പം അതിനെ മറികടക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ്. ഇതിനുശേഷം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് ശേഷമായിരിക്കും ഒരു തീർപ്പുണ്ടാവുക. അതിനുശേഷമായിരിക്കും ഇക്കാര്യം പുറത്ത് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക. ഏതായാലും ഇന്ന് ഉഭയകക്ഷി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ അറിയിക്കുന്നത്. അജിംഷാദ്.